എപ്പോഴും ഞാനൊരു ഗൃഹസ്ഥയാണ്. ഹാപ്പി ഹോം മേക്കർ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയാറ്. അത് സാറ്, എനിക്ക് കുറച്ച് കാര്യം സാറിൽ നിന്ന് അറിയാനുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു ഇന്ന് ഞാൻ കണ്ടത്. ഇത് 2-3 വട്ടം ഞാൻ റിവൈസ് ചെയ്ത് എടുത്തെടുത്ത് പിന്നെയും കേട്ടു. ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് വളർന്നതും എടുത്തതുമൊക്കെ. ബട്ട് എനിക്ക് കുറച്ച് നാളായിട്ട് ഐ ഡോണ്ട് നോ, ഞാനിങ്ങനെ മെഡിറ്റേഷൻ എന്ന് പറയാം, ബട്ട് എനിക്കൊരു കറക്റ്റ് ഗുരുവിനെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് അലഞ്ഞോണ്ട് നടക്കുന്നതാ. ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് ടെമ്പിൾസിനെ കുറിച്ച്, അമ്പലത്തിൻ്റെതും ഇതിനെ കുറിച്ചും ഒക്കെ ഞാൻ കുറേയേറെ ഇങ്ങനെ വായിച്ചും എടുത്തും ഒക്കെ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതും ഞാനിപ്പം ഇപ്പോഴും അതിലൊന്നും എത്തിപ്പെട്ടിട്ടില്ല. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അള്ളിപ്പറിക്കുന്നതൊക്കെ ഉള്ളൂ. അപ്പൊ സാറിന്റെ ഇന്നത്തെ ഒരു ഇതിൽ എന്നെ ഇതാക്കിയ ഒരു തിങ്ങെന്ന് വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ടും അതില് ഞങ്ങളെ കണക്കത്തെ ഒരു കാസ്റ്റിലുള്ള ഒരു കുട്ടിയുടെ പിക്ചർ, ഗുരുവായൂരപ്പന്റെ കണ്ണന്റെ ഫോട്ടോ വരച്ചതിനെ കുറിച്ച് ഭയങ്കര ഇതുണ്ടായ ഒരു ഇഷ്യൂ ഉണ്ടായത് ഞാൻ കണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്തോട്ട് എൻട്രി പോലും നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് അതിനകത്ത് സാറ് പറയുന്നത് ഞാനും ഇൻസ്പയർഡ് ആയതാണ്. ബിക്കോസ് ചുറ്റമ്പലം ഇത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഇംപ്രൂവ്മെന്റ് വരുന്നെന്നും നമുക്ക് അതിനകത്തോട്ട് കേറാൻ പോലും പറ്റില്ലല്ലേ. എനിക്കിത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു തിങ്. അതാരാ പറഞ്ഞ? ചിപ്പിക്ക് സുഖമായിട്ട് അകത്ത് കയറാം. ആണോ? പിന്നല്ലാതെ നമ്മൾ അവിടെ എല്ലാവരുടെയും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചിട്ടാണോ ക്ഷേത്രങ്ങളിൽ കയറ്റുന്നത്? ബട്ട് നമുക്ക് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലയോ? എഴുതി വെച്ചത് ഞാൻ മാറ്റണമെന്ന് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലോ ഏതോ വീഡിയോയിൽ പറഞ്ഞു. അതെനിക്കറിയില്ല. എന്താ പറഞ്ഞറിയോ? Those who enter inside are deemed to be Hindus എന്ന് പറയണമെന്നാ ഞാൻ പറയാം. ഏത് ക്ഷേത്രത്തിലാ പോണ്ടേ പറ ചിപ്പി, ഞാൻ കൊണ്ടുപോവാം. എനിക്ക് ഭയങ്കര ഞാൻ എവിടെ പോണ്ടേ പറ, ഞാൻ കൊണ്ടുപോവാം. എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് ഒരുപാട് ഇഷ്ടം. എന്റെ കുട്ടിക്ക് ഏത് ക്ഷേത്രത്തിലാ പോണ്ടേ പറ, ഞാൻ കൊണ്ടുപോവാം. പിന്നെ ഒരു കാര്യം കൂടെ മാഷെന്ന് പറഞ്ഞതിൽ എനിക്ക് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മള് കേരളത്തിൽ ജനിക്കുന്നുണ്ട്, നമ്മുടേതായിട്ടൊരു പിതൃക്കളുടെ ഇതുണ്ടെന്ന് പറയുന്നത്, നമ്മുടേതായിട്ടൊരു കുലദൈവം ഉണ്ടെന്ന് പറയുന്നു. ബട്ട് ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു, ഞങ്ങൾ വന്നേക്കുന്നതും ആ കൾച്ചറിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ചിപ്പി എങ്ങനെയാ മുസ്ലിം ആയത്? I don't know because my parents അങ്ങനെ ആയതുകൊണ്ട്. പാരന്റ്സിന്റെ പാരന്റ്സ് ആരായിരുന്നു? അത് നമുക്ക് അറിയില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇൻവേഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള മുസ്ലിം പുരുഷന്മാര് ഭാരതത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടല്ലേ മുസ്ലിംസ് ഉണ്ടായത് ഇവിടെ. അവരെ ഒരാളെയും ബീബിമാരെ കൊണ്ടുവന്നിട്ടില്ല. ആ വന്ന ഗ്രൂപ്പിൽ ഒരു ലേഡീസ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരുടെയും ഇൻവേഡേഴ്സിന്റെ കഥ അറിഞ്ഞാൽ അവരൊക്കെ ജെൻസ് മാത്രല്ലേ വന്നത്. എനിക്ക് ആ സ്റ്റോറി ഒന്നും അറിയില്ല മാഷേ. അല്ല എൻ്റെ കുട്ടിയെ, ഇത് ലോജിക്കലി നമ്മൾ ആലോചിച്ചാൽ പറയുന്ന കാര്യങ്ങളും ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളതും അല്ലേ. ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഹിന്ദു ആയത് എൻ്റെ കുറ്റമോ എൻ്റെ ഗുണമോ അല്ല. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ മുസ്ലിംസ് ആയിരുന്നു. ഇന്ന് ഡോക്ടർ TPS നാട്ടിൽ എൻ്റെ തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ചിപ്പിക്ക് എൻ്റെ കൂടെ വരാം. വന്നാൽ ആദ്യം എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നത് മുസ്ലിംസാണ്. എൻ്റെ ഇഷ്ടംപോലെ അടുത്ത ബന്ധുക്കളുണ്ട്, എൻ്റെ അതേ ചോരയിലുള്ളവരുണ്ട്. അവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് ഫർസാനയും ഷറഫും ഒക്കെയാണ്. ഇതിലൊന്നും ഒരു വ്യത്യാസം കാണാത്ത ഒരാളാണ് ഞാൻ. ഷറഫ് അസലായിട്ട് സോപാന സംഗീതം പാടുന്ന ആളാണ്. ക്ഷേത്രത്തിനകത്ത് കൃഷ്ണന് വേണ്ടിയിട്ട് പാടുന്ന പാട്ട് പാടുന്ന ആളാണ്. മനസ്സിലായോ? അപ്പൊ ഇതിലൊന്നും ഒരു വ്യത്യാസവും കാണാത്ത ഒരാളാണ് ഡോക്ടർ TPS. ഞാൻ ഹിന്ദു അല്ല, ഞാൻ ആദ്യമായിട്ട് അത് തന്നെ പറയാം. ആ ഹിന്ദു എന്നുള്ള വാക്ക് തന്നെ വ്യത്യസ്തമായിട്ട് അർത്ഥം കാണുന്ന ഒരാളാണ്. മനസ്സിലായോ? ഇത് വളരെ വ്യക്തമായിട്ട് ചിപ്പിക്ക് എപ്പോഴാണോ ഈ ലക്ഷ്മി എന്നോട് സംസാരിക്കുന്നത് പോലെ ലക്ഷ്മി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, ഞാൻ സംസാരിച്ചു എന്നല്ലാതെ ഞാൻ ഇതിൻ്റെ ഒരു പ്രഭാഷകനോ ഇതിൻ്റെ ഒരു അഡ്വക്കേറ്റോ ഒന്നും അല്ല.
നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങൾ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ചിപ്പിയോട് പറയുന്നത് പോലെ, ചിപ്പി വീഡിയോയിൽ ഒരു ദിവസം വന്ന് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇതുപോലെ പറയും. അല്ല മാഷിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ അതാണ് എന്നെ വിളിക്കാൻ ഇങ്ങനെ ഞാൻ ഒരുപാട് നേരം ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ആ നമ്പർ കണ്ടുപിടിച്ചത്. ബിക്കോസ് എനിക്ക് റീഡിങ് സ്പെക്സ് ഉണ്ട്, അതിൽ കൂടെ എനിക്ക് അത്രയും ഇതായിട്ട് വിസിബിൾ അല്ല. അല്ല, എന്റെ കുട്ടിയെ ഡോക്ടർ TP ശശികുമാർ എന്ന് വെറുതെ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയട്ടെ. എന്റെ നമ്പർ പടപടാന്ന് പറഞ്ഞ എന്റെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എല്ലാം വരുമല്ലോ. ഞാൻ അതൊന്ന് നോക്കണം, മാഷിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയണം. എന്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ കുട്ടിയെ. ഓക്കെ ഓക്കെ. എത്രയോ ക്ലാസ്സുകള്. ഞാൻ ഇതല്ലല്ലോ എൻ്റെ പണി. ഞാനൊരു സയന്റിസ്റ്റ് അല്ലേ, ഞാനൊരു പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്ത ആളല്ലേ, ഞാനൊരു പോലീസ് അല്ലേ, ഞാനൊരു ടീച്ചർ. സ്ഥലം? ഞാൻ ഹൈദരാബാദിലാണ് എൻ്റെ കുട്ടിയെ. എവിടെയാ പഠിച്ചതൊക്കെ ചിപ്പി? ഞാനിവിടെ SN കോളേജിലാണ് പഠിച്ചത്. എവിടെ? കൊല്ലം. കൊല്ലത്ത് SN കോളേജിലാണ്. വുമൻസ് കോളേജിലാണോ? SN കോളേജ് ഡോക്ടർ TPS അടിച്ചു നോക്കും. ഞാൻ അവിടെ വന്ന് ക്ലാസ് എടുക്കുന്നതാണല്ലോ. ഞാൻ വരാത്ത കോളേജുകളില്ല. ഇതിലൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരേ ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ ടോപ്പിക്കില്. അല്ല, ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളല്ല, ഇപ്പൊ ഓരോരുത്തർക്കും മൾട്ടിപ്പിൾ ദൈവങ്ങളാണ്. കുലദൈവം സംതിങ് എന്തോ. നമ്മൾ ജനിച്ച തറവാട്ടില് നമുക്കൊക്കെ നമ്മളൊരു ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. ആ സങ്കല്പം എനിക്കിപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആരാണ്? അത് ജീവനുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തൊരു സങ്കല്പത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ആരാ ഉണ്ടാവുക? ആ ഒരു സങ്കല്പമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഭഗവാൻ എന്നാണ് ശരിക്കും പറയേണ്ടത്. ആ ഭഗവാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ചിപ്പിയോട് പറയട്ടെ. ഭ എന്ന് പറഞ്ഞാൽ, ഗ എന്ന് പറഞ്ഞാൽ, വാ എന്ന് പറഞ്ഞാൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇതിനൊക്കെ ഓരോ പഞ്ചഭൂതങ്ങളുടെ ഭാഗമാണ്. മനസ്സിലായോ? ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഭ എന്ന ഭൂമി, ഗ എന്ന എന്താ പറ ഗഗനം, ആകാശം, സ്പേസ്, ഓക്കെ, വായു, വഹ. എൻ്റെ കുട്ടി എത്ര അസലായിട്ടാ പറയണത് നോക്ക്. മനസ്സിലായോ? ആ യാ എന്നാൽ ഭഗവാൻ, ഇൻ എന്ന് പറയുമ്പോൾ അതിൽ ആയും ഇന്നുമാണ്. ആ എന്ന് പറയുമ്പോൾ അഗ്നിയും ഇൻ എന്ന് പറയുന്ന നീരുമാണ്. അപ്പോൾ ഈ 5 ഭൂതങ്ങളും ആണ് ഞാൻ പറയുന്ന ഭഗവാൻ. അതിനെ എനിക്ക് സങ്കല്പിക്കണമെങ്കിൽ എന്തെങ്കിലും രൂപം വേണം. ആ രൂപം ആദിപരാശക്തി എന്നാണ് പറയുക, ദ എറ്റേണൽ മദർ. കാരണം എല്ലാത്തിൻ്റെയും സങ്കല്പം മദറാണ്. ഭാരതീയ സങ്കല്പത്തിൽ ഏറ്റവും പ്രാധാന്യം സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്ക് പ്രാധാന്യം കുറവാണ്. അത് നമ്മുടെ മഹാഭാരതം നോക്കിയാലും കാണാം. മഹാഭാരതത്തിൽ കുന്തിക്കാണ് പ്രാധാന്യം. ആ കുന്തി എന്ന അമ്മയാണ് 5 പാണ്ഡവന്മാരെ ഉണ്ടാക്കിയിട്ട് ലോകപ്രശസ്തരായ ഫൈറ്റേഴ്സാക്കി മാറ്റുന്നത്. അപ്പോൾ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദേവി ദേവതാ സങ്കല്പങ്ങളിലെ ആ ദേവതകൾക്കാണ് പ്രാധാന്യം. ശിവന്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്ന കാളിയുടെ സങ്കല്പമുണ്ട്. കാളി എന്ന് പറയുന്ന ദേവിയുടെ സങ്കല്പത്തിൽ ശിവൻ എന്ന ഭർത്താവിൻ്റെ മുകളിൽ കാല് വെച്ച് നിൽക്കുകയാണ്. സോ ഷീ ഈസ് റൂളിങ് ദ വേൾഡ്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ദേവിയാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ. എനിക്ക് വിദ്യാഭ്യാസം, ഞാനിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നത് വാക്കുകൾ വരുന്ന ദേവിയായ സരസ്വതിയാണ്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ കാശ് കൊണ്ടാണ്. കാശ് ലക്ഷ്മിയാണ്, ഭഗവതി. എനിക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആരോഗ്യം പാർവതിയാണ്, ശക്തി. അപ്പോൾ എൻ്റെ ദേവത എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് പോലെ പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ് പലർക്കും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഭഗവതി, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വിടും. മനസ്സിലായോ? ചിപ്പി എന്ത് വിഷയമാണ് പഠിച്ചത്? ചിപ്പി ഞാൻ ഫിസിക്സ് ആണ്. അത്രയ്ക്ക് വലിയ എന്നിട്ടാണ് എൻ്റെ കൂട്ടുകാരിയാ, ഫിസിക്സ് അല്ലേ എൻ്റെ വിഷയം. സാറിന്റെ അത്രയ്ക്കൊന്നും എനിക്ക് ഇത്രയ്ക്ക് വിവരമൊന്നുമില്ല.
ആരൊക്കെ ഉണ്ട് വീട്ടില് ചിപ്പിക്ക്? എനിക്ക് 2 കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യണു? അവര് പുറത്താണ്. എവിടെ? അവര് കാനഡയിലാണ്. എവിടെയാ കാനഡയില്? ഒരു ടൊറോണ്ടോയിലാണ്. ഓക്കെ, ലോകത്തിന്റെ ഏറ്റവും നല്ല ഇന്ത്യക്കാരെത്തിയിട്ടുള്ള സ്ഥലം ടൊറാണ്ടോ. ഓക്കെ, അവരവിടെ എന്ത് ചെയ്യണു? ജോലി ചെയ്യാണോ പഠിക്കാണോ? ഒരാള് ജോലി ചെയ്യുന്നു, ഒരാള് പഠിക്കണം. ഓക്കെ, എന്താ പഠിക്കണ, എന്താ ജോലി ചെയ്യണേ? ഒരാള് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, ഒരാള് വർക്ക് ചെയ്യുന്നുണ്ട് എൻവയറമെന്റൽ സയന്റിസ്റ്റ് ആയിട്ട്. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യണു? ഭാരത് പെട്രോളിയത്തിൽ വർക്ക് ചെയ്യുന്നു. ഗുഡ്. BPL എവിടെ? കൊല്ലത്താണോ താമസം, അല്ല എറണാകുളത്താണോ? ഞങ്ങൾക്ക് ട്രാൻസ്ഫറബിൾ ജോബാണ്. അപ്പൊ ഇപ്പം കുറച്ച് നാളായി ഇവിടെ വന്നിട്ട്, ഒരു 4-5 months ആയി ഇവിടെ എത്തിയിട്ട്. എവിടെ? എറണാകുളത്ത് എവിടെയാ? തൃപ്പൂണിത്തുറ, ഇരുമ്പനം. ഓക്കെ, ഞാൻ പഠിച്ച സ്ഥലമാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്, മാത്തമാറ്റിക്സ്. മാഷ് ഒരു കാര്യം എനിക്ക് പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് നമ്മള് ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ ഇൻസൈഡിൽ, എനിക്ക് ഈ ടോപ്പിക്കിൽ മനസ്സിലായത് നമ്മുടെ ഇൻസൈഡിൽ തന്നെ ഉള്ള ഇതാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നതിന്റെ തിങ്ങാണ്. ഇതൊക്കെ സങ്കല്പാണ്, പുറത്ത് അങ്ങനെ ഒരാളും ഇല്ല. എവറിത്തിങ് ഈ സങ്കല്പം. അത് അതിനൊരു ഇതായിട്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. ഐഡൽ വർഷിപ്സും മറ്റതിനെ കുറിച്ചും. അപ്പം മാഷ് അന്ന് പറഞ്ഞതിന്റെ ഇതില് പറയുന്നത്, അപ്പൊ നമുക്കൊരു എന്താ പറഞ്ഞ വാട്ട് ഈസ് ദാറ്റ് വേർഡ്, എനിക്ക് സ്കിപ്പായി. കുലദൈവം. അതെ. അപ്പം അത് എങ്ങനെ വേറൊരാൾക്ക് ഇതാക്കാൻ പറ്റും? നമ്മുടെയൊക്കെ ഉള്ളില് ആരാണോ എന്ന് സങ്കല്പിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോ ഒരു ഭാരതം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം കാണുന്നത് മഹാത്മാഗാന്ധിയാണ്. എല്ലാവർക്കും മഹാത്മാഗാന്ധി ആവണമെന്നില്ലല്ലോ. മറ്റൊരാൾക്ക് അംബേദ്കർ ആയിക്കൂടെ, മറ്റൊരാൾക്ക് നെഹ്റു ആയിക്കൂടെ. നമ്മുടെ സങ്കല്പത്തിൽ എൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ഞാൻ ഫോളോ ചെയ്യുക. ആ ഒരു ഫ്രീഡമാണ് ഭാരതീയ സങ്കല്പത്തിൽ. നിങ്ങൾക്ക് കാശിനോടാണോ ഇഷ്ടം, നിങ്ങൾ സരസ്വതിയെ നോക്കണ്ട, നിങ്ങൾ ലക്ഷ്മിയെ നോക്കിയാൽ മതി. അപ്പൊ എൻ്റെ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നമ്മൾ ഒരു ബഫേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ഫുഡാണ് വേണ്ടതെന്ന് എനിക്ക് തീരുമാനിച്ചൂടെ? അതുപോലെ ഒരു സിസ്റ്റമാണ് ഭാരതീയ ദേവസങ്കല്പം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പം ഞാൻ വിദ്യാഭ്യാസം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് പവറുമാണ് എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ദേവതമാരെ സങ്കല്പിക്കും. അത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു ദേവതയുടെ ഫാഷനും ഉണ്ട്. ഞാൻ കുറച്ച് രാജസീകമായിട്ടുള്ള ഒരാളാണ്, കറേജിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ദുർഗയാണ് എൻ്റെ അമ്മയായിട്ട് കാണുക. അതേ സമയത്ത് ഞാൻ വളരെ സാത്വികമായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളാണ്. ഞാൻ സരസ്വതിയെയാണ് എൻ്റെ അമ്മയായിട്ട് കാണുക. അപ്പോൾ 3 സ്വഭാവങ്ങളാണ് പറഞ്ഞിരിക്കണേ: രാജസിക, താമസിക, സാത്വിക. അപ്പോൾ എനിക്ക് രാജസികമാണെങ്കിൽ രാജസികമായ ദേവതാ സങ്കല്പങ്ങളുണ്ട്, സാത്വികമാണെങ്കിൽ സാത്വികമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ ഭാഗത്തായിരിക്കും, അച്ഛൻ്റെതാണെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തായിരിക്കും. അങ്ങനെ ഇന്ന ഒരാളെയെ ഒന്നേ കഴിക്കാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ എന്താണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, കമ്മ്യൂണിസം ഉള്ള, സോഷ്യലിസം ഉള്ള ഒരു ദേവതാ സങ്കല്പമാണ് നമ്മളത്. ദേവതാ സങ്കല്പം രണ്ടും ഒന്നു. അപ്പം ഇതാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോഴത്തേക്ക് ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഓരോ ഷേപ്പും നമുക്ക് കൊടുക്കണമെങ്കിൽ ഞാനിപ്പോ ഇതുവരെ കാണാത്ത ഒരാളാണ് ചിപ്പി. ഒന്നുകിൽ ചിപ്പിയുടെ പടത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ചിപ്പിയെ സങ്കല്പിക്കും, എക്സ്പ്ലെയിൻ ചെയ്യും. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള ഒരു രൂപമാണ് മന്ത്രം. ആ മന്ത്രത്തിൽ ഞാൻ സ്വഭാവങ്ങളാണ് പറയുക. ചിലപ്പം ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരാത്ത ഒരാളാണ്, അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സ്പെയർ പാർട്ടുകളൊക്കെ വിവരിക്കുന്ന ദേവീ സങ്കല്പങ്ങളുണ്ട്. ദേവിയുടെ കൈ ഇങ്ങനെയാണ്, കാലിങ്ങനെയാണ്, നിതംബം ഇങ്ങനെയാണ്, ചിരി ഇങ്ങനെയാണ്, മൂക്കിങ്ങനെയാണെന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുണ്ട്. സൗന്ദര്യലഹരി എൻ്റെ കുട്ടിയത്. സൗന്ദര്യലഹരിയിൽ നമ്മൾ ഓരോ ഭാഗങ്ങളാണ് പറയുക. ഓക്കെ, അത് പേരുകളും അവരുടെ വിവരണങ്ങളും പറഞ്ഞാൽ അത് സഹസ്രനാമായി. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് എൻ്റെ കുട്ടിയെ ഇഷ്ടമാണെന്ന് വിചാരിക്കുക, മോളെ അല്ലെങ്കിൽ എൻ്റെ മോനെ. ഞാൻ എൻ്റെ മോനെ എന്തൊക്കെ വിളിക്കും?
ചക്കരെ, പൊന്നെ, തങ്കം, കുട്ട എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ഭക്തൻ തോന്നിയിട്ടുള്ള 1000 പേരുകളാണ്. അതല്ലാതെ അതിനൊരു പ്രത്യേകതയൊന്നുമില്ല. അതാ സ്നേഹം കൊണ്ട് അറിയാതെ വിളിച്ചു പോകുന്നതാണ് ഭക്തൻ. അങ്ങനെ ഒരു കവി എഴുതുമ്പോഴാണ് അത് സഹസ്രനാമമായിട്ട് മാറുന്നത്. ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഈ 3 ദേവികളാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ചിന്തയും സംസാര ഭാഷയും കഴിവുകൾ, ശക്തിയൊക്കെയാണ്. ഈ 3 ദേവികളുടെ സങ്കല്പങ്ങളാണ് സരസ്വതി, ലക്ഷ്മി, പാർവതി. ഈ 3 ദേവിയും കൂടെ ചേർന്നാൽ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞല്ലോ, ഈ സങ്കല്പങ്ങൾ പകുതി 30% കൂട്ടിച്ചേർത്തിട്ട് ഒരു ബിംബം ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഗായത്രി. ആ ഗായത്രി എന്നിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് പവറും വേണം, പൊസിഷനും വേണം, ധനവും വേണം, വിദ്യാഭ്യാസവും വേണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. എൻ്റെ കയ്യിൽ 3 ഉണ്ടാവണം എന്നാണ്. അതിൻ്റെ വേറൊരു ഭഗവേദാണ് ഓം ഭുർഭുവസ്വഹ തത് സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ ഭൂമിക്ക് പുറത്തുമൊക്കെ ആകാശത്തോളം നീണ്ടു നിൽക്കുന്ന ഈ എനർജി ഉണ്ടല്ലോ, അത് തരുന്ന ഭഗവാൻ സൂര്യ. ആ സൂര്യഭഗവാന്റെ ഒരു ബിംബമായിട്ടാണ് ഗായത്രിയെ കാണുന്നത്. അത് എൻ്റെ ഉള്ളിലും കയറണേ എന്ന്. പുറത്തൊക്കെ പ്രകാശമുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിലില്ലാണ്ടിരുന്ന എന്താ ചെയ്യാം? അപ്പം എൻ്റെ ഉള്ളിലും ധിയോ യോ നഃ പ്രചോദയാത്. എന്ത് രസകരമായ സങ്കല്പം എന്നാലോചിച്ചു. പിന്നെ അത് ഞാനും കുറെ നാളുകൊണ്ട് അതിങ്ങനെ ചെല്ലുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഒരു സുഖം കിട്ടുന്ന ഒരു തിങ്ങാ. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എനർജി ഉണ്ടായിക്കഴിഞ്ഞാലേ എനിക്ക് പുറത്തുള്ള എനർജിയൊക്കെ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ പാകം വരുമ്പോ നമുക്ക് കിട്ടും. അതെങ്ങനെ പാകം വരേണ്ട സാർ? നമ്മൾ പാകം വരിക എന്നുള്ള സത്സംഗാണ് ഇതിന്റെയൊക്കെ ഭാഗം. ഇപ്പൊ ചിപ്പി ചെയ്യുന്നത് സത്സംഗാണ്. ആ ചിന്തകളിൽ യോജിച്ച് ചിന്തിക്കുമ്പോഴാണ്, ആ ഫ്രീക്വൻസിയിൽ വരുമ്പോഴാണ്. എത്രയോ ആൾക്കാർ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ ഒരു ഫ്രീക്വൻസി അടുക്കുമ്പോഴാണ് ചിപ്പിക്ക് തോന്നുന്നു, ഓ ഈ ഫ്രീക്വൻസി എനിക്ക് കൊള്ളാം. അത് എൻ്റെ പ്രഭാഷണത്തിന്റെ ഗുണമല്ല, ആ ഫ്രീക്വൻസിയിൽ പെടുന്നത് കൊണ്ടാണ്. ഇല്ല ബേബി, ഐ ഡോണ്ട് നോ. പക്ഷെ നമുക്ക് എല്ലാവരുടെയും സ്പീച്ച് അങ്ങനെ പിടിക്കില്ലല്ലോ. അത് അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന്. അല്ല, അതാണ് പറഞ്ഞത്. അത് ഫ്രീക്വൻസിയാണ്. അത് നമ്മുടെ ഫിസിക്കൽ ഫ്രീക്വൻസി ഉണ്ട്, ഇമോഷണൽ ഫ്രീക്വൻസി ഉണ്ട്, ഇൻ്റലക്ച്വൽ ഫ്രീക്വൻസി ഉണ്ട്, സോഷ്യൽ ഫ്രീക്വൻസി ഉണ്ട്, സ്പിരിച്വൽ ഫ്രീക്വൻസി ഉണ്ട്. അത് 5 വ്യത്യസ്തമായ ഫ്രീക്വൻസികളാണ്. എൻ്റെ ഒരു ബുക്ക് ഉണ്ട് കുട്ടിയെ, സീഡ്ലിംഗ്, ഒന്ന് വായിച്ചു നോക്കൂ. നെറ്റിൽ അവൈലബിളാണ്. എൻ്റെ എല്ലാ ബുക്സും ഫ്രീ ആയിട്ട് നെറ്റിലിടുന്ന ഒരാളാണ്. ഞാനൊന്ന് നോക്കട്ടെ. SEED അല്ലേ? ഞാൻ അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം എൻ്റെ കുട്ടിക്ക്. ഈ നമ്പർ തന്നെയാണോ സാർ? വാട്സപ്പ്. ഓക്കെ, then it's good only. വർത്താനം പറയാനൊരു ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ചോദിക്കാനും പറയാനും. അല്ല, ഇത് ആരാ പൊട്ടത്തരം എന്ന് പറഞ്ഞത്? അല്ല, എന്നെ ഇവിടെ എല്ലാരും കൺസിഡർ ചെയ്യുന്ന അങ്ങനെയാണ്. അല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഫ്രീക്വൻസിയിൽ പെടാത്തവർക്കൊക്കെ അത് അവതാളമായിട്ട് തോന്നും. നല്ല താളവും അവതാളവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ അവതാളം എന്ന് പറയുന്നത്. എന്താണ് അവതാളം? ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത താളത്തിനെയാണ് നമ്മൾ അവതാളം എന്ന് പറയുക. അത് നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടും അത് എപ്പോഴും അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് മാൻ ഓഫ് കോൺഫ്ലിക്റ്റോളജി എന്നാ പറയുക. മഹാത്മാഗാന്ധി എല്ലാവരും നടന്ന വഴിയിലല്ലല്ലോ നടന്നത്. ഇല്ല, അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ കോൺഫ്ലിക്റ്റോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്റെ ഡോക്ടർ TPS ബുക്സ് അടിച്ചു നോക്കി എൻ്റെ കുട്ടി, ഒരു 10-50 ബുക്കുകളുണ്ട്. പക്ഷെ മിക്കവാറും എഡ്യൂക്കേഷൻ റിലേറ്റഡും കൺസെപ്ച്വൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. ആദിപരാശക്തി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, പക്ഷെ അതൊന്നും നെറ്റിൽ അവൈലബിൾ ആണെന്നോ എനിക്കറിയില്ല. പിന്നെ കുറേ മന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ ക്രോഡീകരിച്ചിട്ടുള്ള നിത്യശ്ലോക എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. പിന്നെ പിന്നെയുള്ളത് ഗീതാമൈ വേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഭഗവത്ഗീതയുടെ ഒരു പുതിയ ഇൻ്റർപ്രിട്ടേഷനാണ്. കുറേ ചോദ്യോത്തരങ്ങളാണ്. അത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അമേരിക്കയിലാണ്. ഞാൻ അവിടെ കൂടെ പോയി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം
ശ്ലോകങ്ങളൊന്നും അധികം കോട്ട് ചെയ്യാതെ എഴുതിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടൊരു യൂട്യൂബ് കണക്കൊരു തിങ്സ് തുടങ്ങി? എൻ്റെ കുട്ടി 6000-ലധികം വീഡിയോസ് ഉണ്ട് അതിനകത്ത്. താൻ പോയി നോക്ക് എൻ്റെ കുട്ടിയെ. ഓക്കെ, ഞാൻ ഇതിൽ ഇന്ന് ഫസ്റ്റ് ടൈം കണ്ടത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഞാൻ ശരിക്കും അക്കാഡമിക്സ് ആണ്. പക്ഷെ ചില പഴയ പ്രഭാഷണങ്ങളും ഇവിടെയൊക്കെ ഞാൻ ഹൈദരാബാദിലായതുകൊണ്ട് ഇവിടെ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിലൊക്കെ വിവേകാനന്ദ ഹ്യൂമൻ എക്സലൻസ് എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട്. അവിടെ പഠിപ്പിച്ചിട്ടുള്ള പഴയ 2000 മുതൽ തുടങ്ങിയതാ, 24 വർഷമായി പ്രഭാഷണങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട്. എറണാകുളത്തൊക്കെ ഇഷ്ടം പോലെ, സെന്റ് തെരേസാസ് കോളേജ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ മിക്കവാറും WWS എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വാക്ക് വിത്ത് എ സ്കോളർ. അതിനു വേണ്ടിയിട്ട് കുറേ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് ഈ കൊല്ലം എസ് എൻ കോളേജിലൊക്കെ പോയത്. അപ്പോൾ അക്കാഡമിക്സ് ആണ് എൻ്റെ വിഷയം. ആ അക്കാഡമിക്സിൽ പെടുന്നതാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഭാരതത്തെക്കുറിച്ച് പഠിക്കണമല്ലോ, അത്ര. അല്ലാതെ എനിക്കിതിനകത്തൊരു വലിയൊരു എന്താണ് ഹിന്ദുയിസത്തിനെ കുറിച്ചൊരു പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അജണ്ടയൊന്നുമില്ല എനിക്ക്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു ജാതിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതല്ല. എനിക്ക് ആ ടോപ്പിക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ല, ഇന്ന് വന്നത് കാണുന്ന എൻ്റെ കുട്ടിയെ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആണോ? പിന്നെ മെഡിറ്റേഷൻ, പിന്നെ ആ മന്ത്രജപത്തിൻ്റെതും മന്ത്രത്തിന്റെ പവർ. ഡോക്ടർ TPS മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കുക, അതിനകത്ത് ബ്രീത്തിങ് ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ട്. സാറിന് അതുമുണ്ട്. അപ്പൊ സാറിന് മെഡിറ്റേഷൻസും ഒക്കെ ഉണ്ടോ? എൻ്റെ കുട്ടിയെ ഞാൻ ഹിമാലയൻ ട്രഡീഷൻ, ഹിമാലയ മെഡിറ്റേഷൻ മാസ്റ്ററാണ്. ആൻഡ് ഓൺലി വൺ ഇൻ സൗത്ത് ഇന്ത്യ. സ്വാമി രാമയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി. ഞങ്ങൾ മെഡിറ്റേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, സമാധി എന്നാണ് പറയുക. അത് കണ്ണടച്ചിരിക്കുന്നതല്ല, കണ്ണ് തുറന്ന് പണിയെടുക്കുന്നതാണ്. മോള് കുക്ക് ചെയ്യുമ്പോഴും മോക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പറയണത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കാഷ്വലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ മെഡിറ്റേറ്റർ ആവുന്നത്. ഓക്കെ, അത് രമണ മഹർഷിയുടെയൊക്കെ എൻ്റെ ഒരു രമണ മഹർഷി ഡോക്ടർ TPS അടിച്ചു നോക്കുക. അതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കണ്ണടച്ചിട്ടുള്ള മെഡിറ്റേഷനൊക്കെ തട്ടിപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടായതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ആരെയും ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവന് ചെയ്യാൻ പറ്റുന്ന, എത്തിപ്പെടാൻ പറ്റുന്ന ഒരു രംഗമാണ്. പക്ഷേ കുറച്ച് ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള ചില മെഡിറ്റേറ്റ് ഡോക്ടർ, അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. കാരണം അപ്പോഴല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ ആരും തപ്പി നോക്കുന്നത് മെഡിറ്റേഷൻ ഡോക്ടർ TPS എന്നൊക്കെ ആണെങ്കിൽ എത്തിക്കോട്ടെ വെച്ചിട്ടാണ് മെഡിറ്റേറ്റ് ഡോക്ടർ TPS, മെഡിറ്റേഷൻ കൂടി അടിച്ചിട്ടില്ല അവിടെ. അങ്ങനെയായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് കാണും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാഷേ? എത്ര വേണമെങ്കിലും ചോദിക്കുമോ? എത്ര ചോദിക്കുന്നവരെ എനിക്ക് ഇഷ്ടം. നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളെ കണക്ക് തന്നെയാണല്ലോ. അപ്പൊ നമ്മുടെ ഹോറോസ്കോപ്പും ഇതും തമ്മിൽ റിലേറ്റഡ് ആണോ? പിന്നെ ഭക്ഷണം റിലേറ്റഡ് ആണ്, ഹോറോസ്കോപ്പ് റിലേറ്റഡ് ആണ്, എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും റിലേറ്റഡ് ആണ്. കാല് തൊട്ടിട്ടല്ലേ നിലത്ത് നിൽക്കണേ, അതിൻ്റെ തൊട്ട് മുകളിലല്ലേ മൂത്രം, അത് വെള്ളല്ലേ, അതിന് മുകളിലല്ലേ വയറല്ലേ അഗ്നി. വിശക്കുമ്പോൾ കത്തല്ലേ ചെയ്യുക, വയറ് കത്തണമെന്നല്ലേ പറയാം നമ്മൾ. അത് കഴിഞ്ഞിട്ടല്ലേ വായു, ഹൃദയം ഇല്ലേ, ശ്വാസകോശം, ഹൃദയം ഒക്കെ ആ ഭാഗത്തല്ലേ. അതിന് മുകളിലല്ലേ നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നതും വായു അല്ലേ. അതിന് മുകളിലല്ലേ നമ്മുടെ ആകാശം എന്ന് പറയുന്ന, നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ചിന്തകളൊക്കെയാണ് ആകാശത്തോളം ഉയരേണ്ടത്. തല. എന്ത് രസകരമായ അതില്ലാതെ ആരാ എങ്ങനെയാ കണക്ട്? നമ്മുടെ എല്ലാത്തിലുള്ള ഒരേ. ഞാനിപ്പോൾ എൻ്റെ ഗുരു പണ്ട് പറയാറുണ്ട്, ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ ആദ്യമൊക്കെ യോഗാസനൊക്കെ ഞാനൊരു ആശ്രമത്തിലൊക്കെ പോയി പഠിച്ച സമയത്ത് ഹോൾഡ് യുവർ ബ്രത്ത് എന്നാ പറയാം. അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഗുരുവിനെ കാണുമ്പോൾ പറഞ്ഞത്, വൈ ആർ യു ഹോൾഡിങ്, ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. ലോകത്തിൽ കിടക്കേണ്ട സാധനത്തിന് എങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് പിടിക്കണത്, വിട്ടുകളാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ശ്വസിക്കുന്ന അതേ വായുവല്ലേ ചിപ്പിയും ശ്വസിക്കുന്നത്, ഞാൻ കുടിക്കുന്ന അതേ വെള്ളമല്ലേ ചിപ്പിയും. ഞാൻ ഹൈദരാബാദിലുള്ള വെള്ളവും കൊച്ചിയിലുള്ള വെള്ളവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇതൊക്കെ ആവിയായിട്ട് പോയിട്ട് മുകളിൽ പോയിട്ട് ആകാശത്ത് ഒന്നായി ചേർന്ന് പിന്നെയും മഴ പെയ്യുമ്പോഴല്ലേ അവിടെ ഇവിടെ എത്തണത്. അപ്പോൾ ഓരോ വെള്ളവും മിക്സ് ആവുന്നില്ലേ.
അപ്പോൾ എല്ലാം ഒന്നാണ്. ആ എല്ലാം ഒന്നാണെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ എത്തേണ്ടത്. ഏതാ റിലേറ്റഡ് അല്ലാത്തത്? ഭാഷകൾ റിലേറ്റഡ് ആണ്, ആംഗ്യങ്ങൾ റിലേറ്റഡ് ആണ്, ചിന്തകൾ റിലേറ്റഡ് ആണ്, സബ്ജക്റ്റുകളൊക്കെ റിലേറ്റഡ് ആണ്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഫിസിക്സ് അറിയുന്ന ആൾക്ക് എല്ലാ വിഷയവും അറിയാമെന്നാണ് ഞാൻ പറയാം. കാരണം നാച്ചുറൽ സയൻസ് ആണ് ഫിസിക്സ്, ആണോ അല്ലയോ? നേച്ചറിൽ ഇല്ലാത്തതാണോ ജിയോഗ്രഫി? നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഉള്ള ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് പഠിക്കില്ലേ? ഫിസിക്സിൽ എന്താ പഠിക്കുക? നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കും. ആ യൂണിവേഴ്സിൽ ഉണ്ടാവുന്ന ചിന്തകളിൽ കൃത്യമായിട്ട് ഒരു ഗ്രഹത്തെ മാത്രം കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലേ അത് ഭൂമിയെക്കുറിച്ചാവുന്നത്? അതല്ലേ ജിയോഗ്രഫി? ആ ഭൂമിയിൽ എവിടെ എന്ത് എപ്പോൾ നടന്നു എന്ന് ചോദിക്കുന്നതല്ലേ ഹിസ്റ്ററിയും സിവിക്സും ഒക്കെ ആവുന്നത്? അപ്പോൾ ഏതാ വ്യത്യാസമുള്ളത്? അതിൽ ജീവികളെ തരംതിരിച്ച് പഠിക്കുന്നതല്ലേ സുവോളജി, ബോട്ടണി. അപ്പോൾ ഏത് വിഷയമാണ് തുടങ്ങുന്നത്, ഏത് വിഷയം അവസാനിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻ ഉപനിഷത്തിൽ ഒറ്റ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ എന്നാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നത് ഇത് കേക്കടി ആദ്യം. യഥാ പിണ്ഡേ പറയൂ. തഥാ ബ്രഹ്മാണ്ടേ. അത് സംസ്കൃതം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു അല്ലേ? യഥാ പിണ്ഡെന്ന് പറഞ്ഞ ആറ്റം, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞ ഹോൾ യൂണിവേഴ്സ്. പിണ്ഡം ഒരു ന്യൂക്ലിയസിന് ചുറ്റും പോകുന്ന ഇലക്ട്രോൺസ് അല്ലേ? ബ്രഹ്മാണ്ടത്തിൽ സൂര്യന് ചുറ്റും പോകുന്ന ഗ്രഹങ്ങളെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്? അതേ ഫ്രീക്വൻസിയിലാണ് അത് റിവോൾവ് ചെയ്യുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ രണ്ടും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉപനിഷത്ത്. മനസ്സിലായി? അവിടെയും സ്പേസ് അല്ലേ? നമ്മൾ ഇലക്ട്രോൺസ് വരയ്ക്കുമ്പോൾ കുറേ സ്പേസിലല്ലേ വരയ്ക്കുക? ഒരു അതിൽ നമ്മുടെ ശരീരത്തിലൊക്കെ സ്പേസ് ആണോ കൂടുതൽ, മെറ്റീരിയൽ ആണോ കൂടുതൽ? ഞാൻ സൂം ചെയ്ത് ഉള്ളിൽ പോയാൽ, തൻ്റെ കൈ വെച്ചിട്ടൊരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് സൂം ചെയ്താൽ അതിനകത്ത് ആറ്റം കാണും, ഇലക്ട്രോൺസ് കാണും, പ്രോട്ടോൺസ് കാണും. അപ്പോൾ അതിനിടയിൽ സ്പേസ് അല്ലേ കൂടുതൽ? അപ്പം നമ്മൾ കൂടുതൽ സ്പേസ് ആണ്, മാറ്റർ അല്ല. പിന്നെ ഇതിനൊക്കെ യോജിച്ച് കൊണ്ടുപോകുന്നത് എന്താണ്? ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് ആണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തോ ഒരു ശക്തിയുണ്ട് ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്നതെന്നുള്ളൊരു വിശ്വാസം വരിക. ആ ശക്തിയാണ് നമ്മുടെ ജീവൻ. അത് പോകുമ്പോൾ നമ്മുടെ സെല്ലുകളൊക്കെ ഡീജനറേറ്റ് ചെയ്തിട്ട് വിട്ടുവിട്ട് പോവില്ലേ? അപ്പോഴല്ലേ സ്മെല്ല് വരുന്നത്, ബാഡ് സ്മെല്ല്. അപ്പം നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല മണം തരുന്നൊരു ശക്തിയല്ലേ? അതാണ് ഭഗവാൻ. എന്തോ ചോദിച്ചു അതിനിടെ. ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ പൊക്കി പൊക്കി കൊണ്ടുപോയി നമ്മൾ ഏറ്റവും നല്ല ഈ കോൺഷ്യസ്നെസ്, ഈ അറിവുണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും എനിക്കെന്നെ അറിയാം. അതാണ് സെൽഫ് റിയലൈസേഷൻ. എന്നെ ഞാൻ ഈ ചെയ്യുന്നത് തന്നെ ചോദ്യങ്ങളാണ്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ. വിശ്വാസമല്ല, അറിവ്. വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്ക് എത്തുമ്പോഴാണ് സെൽഫ് റിയലൈസേഷൻ. അതല്ലെങ്കിൽ ഞാൻ എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ ഞാൻ ഇതാണെന്നുള്ളൊരു ധാരണയുണ്ടാവും. ഈ കാണുന്നതാണ് ഞാൻ എന്നുള്ള ധാരണ. ആ കാണുന്നതല്ല ഞാൻ, പക്ഷെ അതിനകത്ത് വേറെ എന്തെയോ അതിനേക്കാളും പവർഫുള്ളായിട്ട് എന്തോ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിലിരിപ്പ് അറിയാം. അപ്പോൾ ആ സമയത്ത് ഐ ബി ദാറ്റ്, ഞാൻ അതായി മാറും. ഒരാളുടെ അടുത്തിരുന്നിട്ട് ചോദിക്കുന്നു, അതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയാം. ഉപനിഷത്ത്, അടുത്ത് ഇരുന്ന് ചോദിക്കുക. കുറേ വായിച്ചു, കുറേ പഠിച്ചു, കുറേ കേട്ടു, ഒരു വീഡിയോ കണ്ടു, മതിയായില്ല. വേദം പഠിച്ചു, മതിയായില്ല. ആ വേദത്തിലുള്ള സംഭവങ്ങൾ പിന്നെയും എക്സ്പാൻഡ് ചെയ്ത് ചോദ്യങ്ങളായിട്ട് മാറുന്നു. പക്ഷെ ഇപ്പോൾ ഈ ചെയ്തത് നമ്മൾ രണ്ടാളും മാത്രം കേൾക്കണം. അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി കുറേ പേര് കേൾക്കും. അങ്ങനെ വരൂ, ചിപ്പി വരൂ. ഒരു ജിമീറ്റ് പ്ലാൻ ചെയ്യാം. എപ്പോഴാണെന്ന് പറയൂ. ഇതേ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കൂ. ഇതേപോലെ ഉത്തരം പറയുമോ എനിക്കറിയില്ല. കുറേ എന്തൊക്കെയോ പറയും. ഒരുപാട് കാര്യങ്ങൾ അറിയാം. അത് നമുക്ക് വേറുള്ളവർക്ക് കൂടെ എന്നെ കണക്കുള്ള പൊട്ടത്തരങ്ങൾ കുറെ പേർക്ക്. അല്ല, എൻ്റെ കുട്ടിയെ അങ്ങനെ ഒരു ലക്ഷ്മി വന്നത് കൊണ്ടല്ലേ ഇപ്പൊ എന്നെ ചിപ്പി പരിചയപ്പെട്ടത്. വരൂ, എപ്പോഴാച്ച ചിപ്പി വരൂ.
മാഷി കേരളത്തിൽ എവിടെയാണ് ശരിക്ക്? ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട്. ഡോക്ടർ TPS ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്ക്. ഓക്കെ, ഞാനത് ചെയ്തോളാം. ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ 3 വീടുകൾ കാണും. ഒന്ന് കണ്ണൂര്, എൻ്റെ തറവാട്. 200 വർഷം പഴക്കമുള്ള ഒരു വീട് അതുപോലെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത് നോക്കി നടത്തുന്നത് ഷരഫ് എന്ന് പറയുന്ന ദോഹയിലുള്ള സൗദി അറേബ്യയിലും ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾ വെക്കേഷനിൽ വരുമ്പോഴാണ് അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇപ്പൊ അടുത്ത കാലത്ത് 5 ദിവസം ഗോവയിൽ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒന്ന് കണ്ണൂർ പോയിട്ട് പോകാമെന്ന്. അവിടെ പോയി 2 ദിവസം അസല് മഴയുള്ള സമയത്ത് അവിടെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി. ആരുമില്ല, ഒറ്റക്ക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് വന്നു. എൻ്റെ ഒരാള് അമേരിക്കയിൽ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. മറ്റേ മകൻ അയർലൻഡില് സോഷ്യൽ സയന്റിസ്റ്റ് ആണ്. എൻ്റെ വൈഫ് ഇസ്രോയിലെ ഡയറക്ടറാണ്. അല്ല, എൻ്റെ വൈഫിന്റെ കൂടെയാ താമസിക്കുന്നത്. വൈഫ് ഹൈദരാബാദിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. 1 കൊല്ലം കൂടി റിട്ടയർമെന്റിനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ ആരെങ്കിലും വിളിച്ചിട്ട് എനിക്കൊരു 10 ദിവസം കൂടെ വന്ന് താമസിക്കണം, നാട്ടിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോകും. അതേസമയത്ത് ഒരു സ്കൂളിലാണ് വിളിച്ചാൽ അവിടത്തേക്ക് ചാടിപ്പോകും. അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. പിന്നെ ഐ ആം എൻജോയിങ്. ഇപ്പം അരുണാചൽ പ്രദേശിൽ പോവും, 10 ദിവസം അവിടെ താമസിക്കും. കൽക്കട്ടയിൽ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഫിജിയിൽ പോയിട്ടുണ്ട്. ലോകത്തെ പല ഭാഗത്തും പോയിട്ടുണ്ട്. അതൊക്കെ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അവരുടെ കൂടെ പോയി താമസിക്കും, കുറച്ച് സമയം സംസാരിക്കും, പഠിക്കും, വായിക്കും, അറിയുന്നതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിച്ചു കുറേ ആൾക്കാരുടെ കൂടെ പോയിട്ട്. അപ്പോൾ ആ പഠിച്ചതൊക്കെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നു. ഈ മന്ത്രാസ് നമ്മൾ ചാൻഡ് ചെയ്താൽ നമുക്ക് അതിനു വേണ്ടിയുള്ള ഇത് കൂടുവോ? എനിക്ക് മാഷിന് എനിക്ക് എന്തെങ്കിലും തരാൻ സാധിക്കുമോ? എന്താ വേണ്ട പറയൂ. നമുക്കിപ്പം മന്ത്രാസ് ചാൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഗായത്രി മന്ത്രം പറഞ്ഞത് വെച്ച് എനിക്ക് അതാണ് മനസ്സിലായത്. നമ്മള് അല്ലാതെ ഇങ്ങനെ ഈ ചാമുണ്ഡി മന്ത്രാസ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ വരുന്നില്ലേ? എന്റെ ഒരു ബുക്കുണ്ട്, ദശമഹാവിദ്യ. ദേവിയുടെ 10 സങ്കല്പങ്ങളാണ് ഏറ്റവും പവർഫുൾ. അത് ചിലരൊക്കെ ഇടയ്ക്ക് ആ ബുക്കോ എവിടുന്നെങ്കിലൊക്കെ തപ്പി കണ്ടുപിടിച്ച് വായിച്ചിട്ട് എന്നെ വിളിക്കും. അപ്പൊ അത് ആ സമയത്ത് എത്തേണ്ടതാണെങ്കിൽ അവിടെ എത്തും. അതിന് നമ്മൾ തപ്പിപ്പോണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് നമ്മുടെ മുമ്പിൽ പലതും കാണും. നമ്മളിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ അഡ്വർടൈസ്മെന്റ്സും കുറേ കടകളും ഒക്കെ കാണും. എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യാറില്ലല്ലോ. പക്ഷെ എന്തോ ഒരു സാധനം ചിലപ്പോൾ അറിയാണ്ട് രജിസ്റ്റർ ചെയ്യും. അതെ, അത് അവിടെ ഇറങ്ങണം, അവിടെ പോയിട്ട് സാധനം മേടിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ എൻ്റെ അടുത്ത് എത്തിയത് അല്ലേ? പിന്നെ ചിലപ്പോൾ റെഫറൻസിൽ പോകും. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഗുരുവിൻ്റെ അടുത്തൊക്കെ പോയത് വേറൊരാൾ റെഫർ ചെയ്തിട്ടാണ്. അത് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്തല്ല, ഗുരുവിനെ എൻ്റെ അടുത്തേക്ക് അയക്കുക ചെയ്തത്. ഞാനും ഇങ്ങനെ ഒരു ഗുരുവിനെ തപ്പി നടക്കുന്നുണ്ട്. ബട്ട് അതെങ്ങനെ കിട്ടും? എല്ലാവരും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതൊരു കച്ചവടമാക്കിയിട്ടാണ് കാണുന്നത്. തേർഡ് ഐ ഓപ്പണിംഗ്, കുണ്ടലിനി അവേക്കനിങ്, അതൊക്കെ തട്ടിപ്പ് പരിപാടിയല്ല. അത്ര പിടിക്കില്ല. അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതൊക്കെ തട്ടിപ്പ് പരിപാടികളാണ്. പലരും തട്ടിപ്പ് പരിപാടികളാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പലരും തട്ടിപ്പ് പരിപാടികളാണ്. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഈ വളരെ സുലഭമായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചില സ്വാമിമാരൊക്കെ ഞാൻ പലപ്പോഴും കാണും. അവിടെ ഇവിടെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പല സ്വാമിമാരുമായിട്ട് ഞാൻ അടുത്തറിയുന്നവരാണ്. അവരൊക്കെ ചിലപ്പോൾ പറയും എൻ്റെ കൂടെ കൂടിക്കൂടെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നൂടെ, അല്ലെങ്കിൽ നമുക്ക് കൂടെ പോയിക്കൂടെ, നമുക്ക് കൂടെ ഒന്ന് സഞ്ചരിച്ച് തുടങ്ങിക്കൂടെ. ഞാൻ പറയും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഐ ആം എൻ അക്കാഡമീഷ്യൻ. ആ അക്കാഡമീഷ്യൻ്റെ ഒരു താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ആളാണ് ഞാൻ കമേഴ്ഷ്യൽ അല്ല. കമേഴ്ഷ്യൽ അല്ലെങ്കിലുമേ ഇത് കണക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ തട്ടിപ്പും ഇത് നടക്കുന്ന മാഷിനെ കണക്കുള്ളവർക്ക് കുറച്ച് ഗൈഡൻസ് ഞങ്ങളെ കണക്കുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. എന്റെ കുട്ടി എപ്പോഴാ വേണ്ടതെന്ന് പറയൂ. നിങ്ങൾ ഒരാളായാലും 10 ആളായാലും അതിൽ ഈ കമേഴ്ഷ്യൽ ആകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ 10 പേർക്ക് വരില്ല, 100 പേര് വേണമെന്ന് പറയും. ഞാൻ ഇപ്പൊ കൊച്ചിയിൽ വരണമെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് ഫെയർ വേണമെന്ന് പറയും, അക്കോമഡേഷൻ ഇന്ന സ്ഥലത്ത് വേണമെന്ന് പറയും. പിന്നെ എന്ത് സാമിയാ നമ്മള്? ഞാൻ ചോദിക്കട്ടെ, മാഷ് പറഞ്ഞു ഇപ്പം ഈ ദശാവതാരത്തില് മദ്രാസിന്റെ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദശാവതാരല്ല എന്റെ കുട്ടിയെ ദശമഹാവിദ്യ. സോറി, ദശമഹാവിദ്യ അതില് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു.
മാഷിന് ഈ ചാമുണ്ടിയുടെ ബീജമന്ത്രം എന്ന് പറയുന്ന ഓം ചാമുണ്ടി അതിന്റെ അത് നമ്മള് സാധാരണ മനുഷ്യര് ചെല്ലുന്നോണ്ട് കുഴപ്പമുണ്ടോ? ബിക്കോസ് കാളിയുടെ നമ്മൾ എന്ത് മന്ത്രം ചൊല്ലിയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പം ഏത് ചെറിയ കുട്ടികളും പഠിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ലേ? അതുകൊണ്ട് മഹാപാപ എന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു മന്ത്രം പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം ചൊല്ലുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ചൊല്ലാൻ പറ്റും? എന്തായാലും കുറെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ ചെല്ലുന്നത് കറക്റ്റ് ആണോ എന്ന് ഇപ്പം ആർക്കറിയാം? അല്ല, അങ്ങനെ ഒരു ഉറപ്പില്ല. കാരണം എന്താ അറിയോ, ഇപ്പം ഞാൻ ഇപ്പം ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഭഗവത്ഗീത പോലെ തന്നെ അതിനേക്കാളും ഫേമസ് ആയിട്ടും അതിനേക്കാളും ബെറ്റർ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദേവി മഹാത്മ്യത്തിന് മധുർമ്മ ഗഡഭക്തിമേഷ പ്രാണമഹാരുദ്യമേ ഹേലാതുമ്രതുമ്രലോചനതേ ഹേ ചണ്ണമണ്ണാർത്തിനി നിശ്ചേഷീകൃത ബീജനിത്യേതു സംഭാവക, ഇങ്ങനെ ഇതെല്ലാം ഈ പറഞ്ഞ 10 ദേവിമാരുടെയും സങ്കല്പങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ദശമഹാവിദ്യ അതിലേറ്റവും പവർഫുൾ ആയിട്ടുള്ള ധ്യാന ശ്ലോകമാണ് ഇപ്പം ഞാൻ ചൊല്ലിയത്. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഇപ്പം ഞാൻ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് കുറെ മിസ്റ്റേക്സ് ഉണ്ട് അതിനകത്ത്. കാരണം അമ്മ പഠിച്ചത് കേട്ട് പഠിച്ചതാണ്. അമ്മ വിദ്യാഭ്യാസം 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മക്ക് അത്രേ വിദ്യാഭ്യാസമുള്ളൂ. അമ്മ പുസ്തകം നോക്കി പഠിച്ചതാണോ? അമ്മയുടെ ആരോ പറഞ്ഞു കൊടുത്തതാണ്. എന്ന് വെച്ചിട്ട് അത് തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നാറില്ല. ഞാനത് മാറ്റി പഠിച്ചിട്ടുമില്ല, പഠിക്കാൻ പറ്റൂല എനിക്ക്. അതാണ് ശരി. ഞാനിപ്പോൾ അമ്മാന്ന് വിളിക്കണോ ഉമ്മാന്ന് വിളിക്കണോ അല്ല മമ്മാന്ന് വിളിക്കണോ? അതുപോലെയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ അതിനുള്ള എനർജി കണ്ടന്റിനാണ് പ്രാധാന്യം. മനസ്സിലായോ? ഇപ്പൊ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയാലാണ് ദോശക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മൊയലിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും ദോശയല്ല എന്ന് പറയാൻ പറ്റുമോ? റൗണ്ട് ഷേപ്പ് ആയാലേ ദോശയാവുള്ളൂ, ഇത്ര സെന്റിമീറ്റർ വീതിയിലേ പാടുള്ളൂ എന്നൊക്കെ നിയമമാർക്കും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിലൊന്നും അല്ല അർത്ഥം, ആ സങ്കല്പത്തിലാണ് അർത്ഥം. കാരണം ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനം ചെല്ലുന്ന ഒരു മന്ത്രമുണ്ട്. അതെന്താ അറിയോ? കർമ്മഹീനം ഭക്തിഹീനം, എന്ത് ഹീനമായിട്ടും എന്തെങ്കിലും തെറ്റെൻ്റെ കൂടുന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ പരിപൂർണം തതസ്തുതേ, എല്ലാം എൻ്റെ ദേവി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇതിനൊക്കെ ഉത്തരവാദിത്വം എനിക്കല്ല, ദേവിക്ക. കാരണം എന്നെ പഠിപ്പിച്ച മാഷോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച പുസ്തകമോ ഒന്നുമല്ല കുറ്റക്കാർ. എനിക്ക് പഠിക്കാൻ എന്തേ ദേവി കഴിവ് തന്നില്ല? എനിക്ക് വിശ്വാസം ഭഗവാനിലാണെങ്കിൽ കുറ്റം ഭഗവാൻ തന്നെ ഇരിക്കണ്ടേ? മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം, മന്ത്രം കൊണ്ടോ ഭക്തി കൊണ്ടോ എൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപൂർണം തതസ്തുതേ, ഇതെല്ലാം നിങ്ങളുടെ കുറ്റാണെന്നാണ് ഏത് പൂജാരിയും ചൊല്ലുന്നതാണ്. ചിപ്പി ഉറങ്ങി? ഇല്ല, മന്ത്രാസ് നമുക്ക് കൂടുതലും എനർജി കൂട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കണത്, ഞാനിപ്പോ മോളോട് പറഞ്ഞു തരുന്ന പോലെ ഒരു ചെറിയ 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് വിചാരിക്കും. ആ മന്ത്രം ചൊല്ലുമ്പോ ആ കുട്ടി ഞാൻ ചൊല്ലുന്ന പോലെ ചൊല്ലൂ? തപ്പിട്ടല്ലേ ചെല്ലണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ, വയസ്സായിട്ടുള്ള ഒരാള് ചൊല്ലുമ്പോ അതേ ഫ്രീക്വൻസിയിലാണോ ചൊല്ലുക? അല്ല. ഇതേ പാട്ട് പാടിയ യേശുദാസ് കുറെ കാലം കഴിഞ്ഞ് പാടുമ്പോൾ അതേ ഫ്രീക്വൻസിയിലാ പാടുക? അതേ പിച്ചിലാ പാടുക? ഇല്ല. അപ്പൊ ഇതിലൊക്കെ എന്താ അർത്ഥം എൻ്റെ ചിപ്പി? ഓ, 100% ഗ്യാരണ്ടീഡ്. ഒന്നിനെയും ഭയപ്പെടരുത്, തെറ്റുകളെ പോലും ഭയപ്പെടരുത്. തെറ്റു ശരി എന്നുള്ളതൊക്കെ വളരെ റിലേറ്റീവാണ്. ഇപ്പം ഞാനിപ്പം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജബ്ബന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ചെല്ലും. ഞാൻ ഇതേ സാധനം ദുബായിൽ പോയിട്ട് പറയുമ്പോൾ അവർ പറയും, ഞാൻ ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിട്ടുള്ളത്, അക്കാഡമിക്സ്. അപ്പോൾ അവർ പറയും ഇതൊക്കെ തെറ്റാ. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച എൻ്റെ നാട്ടിലെ എൻ്റെ മുസ്ലിയാർ ഇങ്ങനെയാണ് ചെല്ലാറുള്ളത്. ഞാനിപ്പം ചെല്ലുമ്പോഴും അങ്ങനെ പലതും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്ന് പറയാറുണ്ട് എല്ലാവരും. അല്ല, കറക്റ്റ് ചെയ്യിപ്പിക്കാം നമുക്ക് പറ്റുകയാണെങ്കിൽ. ഇപ്പം ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഇഫ് യു ഡോണ്ട് നോ മ്യൂസിക് യു സ്പീക്ക് അബൌട്ട് മ്യൂസിക്, സംബഡി വിൽ കം ആൻഡ് ടെൽ യു ദിസ് ഈസ് നോട്ട് മ്യൂസിക്, ദെൻ ആസ്ക് ഹിം വാട്ട് ഈസ് മ്യൂസിക്, ദെൻ യു ക്യാൻ കറക്റ്റ് ഇറ്റ്. അങ്ങനല്ലേ പറ്റുള്ളൂ. നമ്മൾ ചെല്ലുന്നത് കൊണ്ടല്ലേ തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നത്.
ചെല്ലാണ്ടിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ? അപ്പോൾ പഠിച്ചു വരിക, പഠിക്കണം, നല്ലോണം പഠിക്കണം. പഠിക്കുന്നതിനിപ്പോൾ എന്താ കുഴപ്പം? ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എത്ര വേണമെങ്കിലും ചോദിക്കും. നമ്മൾ ഈ ഹോറോസ്കോപ്പ് നോക്കുന്നത് കൊണ്ട് നമ്മുടെ ഇതിൽ എന്തെങ്കിലും കറക്റ്റ് ആക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് 8-ൽ ചൊവ്വയുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരു ഹോറോസ്കോപ്പ് കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഹോറോസ്കോപ്പ് നോക്കിയിട്ട് ഒരാൾക്കും ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഹോറോസ്കോപ്പുകളുണ്ട്, എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. പക്ഷേ അപ്പം എന്നോട് പറഞ്ഞു ഇത്രയും കാലം കുറേ എടുത്ത് പോയിട്ട് അവരൊക്കെ ഇത് പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അവരൊക്കെ കമേഴ്ഷ്യലായിട്ട് കാശ് കിട്ടാൻ പറയുന്നതാണ്. ഞാനിപ്പോൾ ഒരു രോഗിയെ കണ്ടിട്ട് നോക്കിയിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സമാധാനം കിട്ടും, എനിക്ക് കാശും കിട്ടും. ഹോറോസ്കോപ്പുകളെല്ലാം നോക്കാൻ പറ്റില്ല, നമ്പർ 1. എല്ലാം പ്രെഡിക്റ്റബിൾ അല്ല. നമ്പർ 2, എല്ലാവരുടെയും ഹോറോസ്കോപ്പ് കറക്റ്റ് ആവണമെന്നില്ല. കാരണം എഴുതി വെച്ച സമയവും ടൈമും ഒക്കെ കറക്റ്റ് ആവണമെന്നൊന്നും നിയമമില്ല. 3, ഈ പ്ലാനറ്ററി പൊസിഷൻസിൽ പ്ലാനറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ അതർ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് എനർജികൾ ഉണ്ടാക്കുന്ന മൈക്രോവേവ് ഓവൺ, ടെലികമ്മ്യൂണിക്കേഷനുള്ള മാസ്റ്റുകൾ, എൻ്റെ ചുറ്റും ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ ജാം ചെയ്യും. ഇപ്പം മോളുടെ കയ്യിലൊരു ഫോണില്ലേ, അത് നല്ലപോലെ സിൽവർ പാക്ക് ചെയ്തിട്ട് ഒന്ന് റിങ് ചെയ്ത് നോക്കിയാട്ടെ വരുമോന്ന്? വരില്ല, ഇല്ല. അതിന്റെ വൈബ്രേഷനും നമ്മുടെ ഈ ഇതിന്റെ ഹോറോസ്കോപ്പിന്റെതും അഫക്ട് ചെയ്യുമെന്നാണ്. എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അല്ലേ? ബേസിക് എനർജി ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. മനസ്സിലായോ? ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരുവിധം ഹൈ പവർഫുൾ ആയിട്ടുള്ള കുറേ എനർജികൾ ഇൻഫ്ലുവൻസ് ചെയ്യാതെ നല്ലൊരു നമ്മളെല്ലാ ലാബോറട്ടറി കണ്ടീഷൻസ് എന്ന് പറയാറില്ലേ, എല്ലാ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പറയും. ആ ലാബോറട്ടറി കണ്ടീഷനിൽ കൃത്യമായിട്ട് ഈ ഹോറോസ്കോപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ ഹോറോസ്കോപ്പ് നോക്കിയിട്ട് മേഡം രാശിയിലാണ് പിന്നെ രാഹു എന്ന് വിചാരിക്കുക, അയാൾക്ക് നല്ല തലവേദന ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇതുവരെ പറഞ്ഞു തെറ്റിയിട്ടില്ല. ഇനി ബൈ ചാൻസ് അയാൾ പറയാണ് എനിക്ക് തലവേദനയൊന്നുമില്ല, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഞാൻ ചോദിക്കാന്നറിയോ? നിങ്ങൾ കുറെ പേർക്ക് തലവേദന ഉണ്ടാക്കാറുണ്ടല്ലോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടായാണോ? either you create headache or you have headache. അപ്പൊ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്, മനസ്സിലായോ? അപ്പൊ ശാരീരികമായ മാനസികമായ എൻ്റെ ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇന്നലെ നോക്കിയൊരു ഹോറോസ്കോപ്പ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ അടിയാണല്ലേ, അവർ തമ്മിൽ ഇന്ന പ്രശ്നങ്ങളാണല്ലേ. അതിപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത്? അത് ഈ ഹോറോസ്കോപ്പ് നോക്കിയാൽ അറിയാം. കാരണം ഒരു കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞല്ലോ ഞാൻ, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളാണ്. ആ വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് അവർക്ക് ദുഃഖിതരായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അത് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ബുധനിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയും, അച്ഛൻ്റെ സ്ഥാനത്താണെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്നതാണെന്ന് പറയും. അത് ഇവരിൽ കാണുന്നുണ്ട്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് വരണമെങ്കിൽ അവർ രണ്ടാളും തമ്മിൽ എന്തെങ്കിലും പിശകുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനും, കാരണം ഇതെന്താ അറിയോ, 12 രാശികളിൽ 12 30 ഡിഗ്രി ഉള്ള 12 30 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 360 ഡിഗ്രി. നമുക്ക് ചുറ്റുമുള്ള 360 ഡിഗ്രിയിൽ ഉള്ള ഡിഫറെൻ്റ് പ്ലാനറ്ററി സിസ്റ്റംസിൻ്റെ കോമ്പിനേഷൻസിൽ 9 പ്ലാനറ്റ്സ് ആണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വരും. 12C9 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരും. ആ കോമ്പിനേഷനിലുള്ള പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ഗസ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കി തരാലോ, തന്റെ ടൈമും ഡേറ്റും പ്ലേസും ഉണ്ടെങ്കിൽ ഇപ്പൊ ഹോറോസ്കോപ്പ് എടുത്തു തരുമല്ലോ. പിന്നെ അല്ല, ഈ നമുക്കില്ല എന്ന് പറഞ്ഞല്ലോ, അത് മുസ്ലിം ജാതി ആയതുകൊണ്ട് പറയുന്നതാണെങ്കിൽ തെറ്റാണ്.
എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മുസ്ലിം ആൾക്കാർ വന്നിട്ട് ഹോറോസ്കോപ്പ് നോക്കാറുണ്ട്, കൃത്യമായിട്ട് പറയാറുണ്ട്. കച്ചവടം തുടങ്ങുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ നോക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അതെന്താ വെച്ചാല് നമുക്കുള്ളൊരു ഇതൊന്നും സ്റ്റോപ്പേജ് അല്ല. ഞാനിപ്പോൾ നല്ലൊരു ഡ്രൈവറാന്ന് വിചാരിക്കുക, ആ നല്ല ഡ്രൈവർക്ക് സിഗ്നലൊന്നും വെക്കണ്ടല്ലോ. ലെഫ്റ്റ് ടേൺ, റൈറ്റ് ടേൺ, ഷാർപ്പ് ടേൺ, ഡീപ്പ് അപ്പ് കർവ് എന്നൊന്നും വെച്ചിട്ടല്ലല്ലോ ഞാൻ വില്ലേജിൽ വണ്ടി ഓടിക്കുന്നത്. നല്ല വലിയ ഹൈവേ റോഡൊക്കെ വരുമ്പോഴേ ഇങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഈ സിഗ്നൽ ബോർഡുകളൊക്കെ വരണമെങ്കിൽ, ആ ശാസ്ത്രങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ ഹൈവേ റോഡിൽ ഓടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറണം. അപ്പൊ ഇപ്പം മുസ്ലിം സമുദായം എന്ന് പറയുന്ന സമുദായത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? 1300 കൊല്ലം. നബിയുടെ കഥ മുതൽ തുടങ്ങിയാൽ അത്രയും വർഷങ്ങളല്ലേ ഉള്ളൂ. ഇപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് 2024 ഇപ്പം നമ്മൾ അതിലൊരു 100 കൊല്ലം കൂടി കൂട്ടിക്കോ. ഭാരതീയമായിട്ടുള്ള ദേവതാ സങ്കല്പവും വിശ്വാസ പ്രമാണങ്ങളും എത്ര വർഷങ്ങളായി എന്ന് ചോദിച്ചാൽ 198 crores of years ആണെന്ന് പറയുന്നത്. അപ്പൊ അതില് സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ടാവും, ബോർഡുകളൊക്കെ. അപ്പൊ നമ്മൾക്കില്ല എന്ന് പറയരുത് കേട്ടോ. ആ പാത്തിൽ പോയില്ല എന്നുള്ളത് തന്റെ കുഴപ്പമല്ല. അല്ല, അത് നമ്മൾ അറിയാതെ ആ സ്പാർക്കിൽ കണ്ടു പെട്ടുപോകുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരാളെ കാണുമ്പോൾ, അയാളെ ശ്രദ്ധിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, ആ ഒരു ജീനുള്ള എൻ്റെ ഉള്ളിൽ അതുണ്ടെങ്കിൽ അറിയാതെ അത് കേൾക്കുമ്പോൾ എനിക്കൊരു അട്രാക്ഷൻ വരും. ഞാനിവിടെ ഈ പള്ളിയിൽ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാണ്ട് ചിലപ്പം ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പറയും, മാഷെ എൻ്റെ കയ്യിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, തൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിട്ടുണ്ടാവും. ഞാൻ എന്താ പറയുക, നമ്മുടെയൊക്കെ ജീനിനുള്ളിൽ അതുണ്ടാവും, 100% ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു ഹോറോസ്കോപ്പിൽ തന്നെ ജെനറ്റിക്കൽ ഹോറോസ്കോപ്പ്, DNA ഹോറോസ്കോപ്പ് എന്നൊരു വിഭാഗം തന്നെ ഉണ്ട്. പിന്നെ ഇതൊക്കെ എത്ര പഠിക്കാനുണ്ട് എൻ്റെ കുട്ടിയെ, ഒരു ജന്മൊന്നും പോരാ. എന്ത് പീഡികയാണെന്നൊന്നും എനിക്കറിയില്ല. ചായപ്പീടിയാണോ? ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജില് കഴിഞ്ഞ വർഷത്തെ സ്പേസ് ഡേയിൽ പോയിട്ട് സംസാരിച്ചപ്പോ ഒരു കുട്ടി വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയാമോ? എന്നിട്ട് ഞാൻ എൻ്റെ പറഞ്ഞ ആ ഭാഗങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ചോദിക്കാൻ പോയത് ഇത് തന്നെയല്ലേ ചോദിച്ചു. അല്ല, അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ ബുക്കിന്റെ ഒരു ഭാഗം ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയാം. എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന്. ആ ബുക്കിൽ ഒരു പേജ് പറയാൻ പറഞ്ഞു, തുറക്കാൻ പറഞ്ഞു. അപ്പൊ അതാണ് അടുത്ത ചോദ്യമായിട്ട് മനസ്സിലുണ്ടായത്. അപ്പൊ അത് നമ്മളൊക്കെ കണക്റ്റഡ് ആണ്, ഇന്റേണലി കണക്റ്റഡ് ആണ്. അത് അടുത്തുണ്ടായാലും ദൂരെ ഉണ്ടായാലും, ഞാൻ ചിപ്പിയെ കണ്ടാലും കണ്ടില്ലെങ്കിലും പറയാനുള്ളത് പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അറിയാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മഹാത്മാഗാന്ധിയോട് എനിക്ക് അടുപ്പുള്ളത് ഞാൻ അയാളെ കണ്ടതുകൊണ്ടാണ്, അല്ലല്ലോ. വലിയ പ്രസ്ഥാനമാണെന്ന് പറയാം. അതാണ് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. അല്ല, കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ എന്താ വെച്ചാൽ നമ്മൾ കുറെ മില്യൺസ് ഓഫ് പീപ്പിൾ, എത്ര പേരാന്ന്, മില്യൺസ് ഓഫ് പീപ്പിൾ. അതിലിപ്പം മോള് ചിപ്പി സംസാരിക്കുമ്പോൾ എനിക്ക് 17 മിസ് കോൾ വന്നിട്ടുണ്ടാവും. ഇപ്പം ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് 1500-ലധികം കോളുകൾ ഉണ്ടായിരുന്നത്, ഞാൻ ഇലക്ട്രിക്കലിന് ചേരണോ, ഇലക്ട്രോണിക്സിന് ചേരണോ, മെക്കാനിക്കൽ എടുക്കണോ, സിവിൽ എടുക്കണോ, കമ്പ്യൂട്ടർ പഠിക്കണോ, ഏത് കോളേജിലാണ് പഠിക്കേണ്ടത്, ഇത് മാത്രം. അല്ല മോളു, അല്ല, എഞ്ചിനീയറിംഗിൽ ഏതിനാണ് കീമ് കഴിഞ്ഞാൽ പഠിക്കേണ്ടത്,
അതിൽ ഒരു 100 എണ്ണം വരുമ്പോൾ 10 എണ്ണം ഞാൻ വീഡിയോഗ്രാഫി ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഭാഗം ഞാൻ ഇടും. ഇപ്പം ഞാൻ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഓണാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് ഇന്ന് രാവിലെ 2 എണ്ണം ഞാൻ പോസ്റ്റ് ചെയ്തു. അത് എന്താ വെച്ചാൽ ഇന്ന് ഒരു കുട്ടി NID നാഷണൽ ഡിസൈൻ NDI നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം. കൊണ്ടോട്ടിയിലാണ് പഠിക്കുന്നത്. അവർ ഈരാറ്റുപേട്ടക്കാരാണ്. ലീവിന് വന്നപ്പോഴാണ് ഉമ്മ കുറേ 1 മാസം മുമ്പേ എന്നോട് വിളിച്ചിരുന്നു, മകള് വന്നാൽ ഒരു പ്രാവശ്യം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് സംസാരിച്ചത് ഞാനിട്ടു. പക്ഷെ അവരുടെ ഐഡന്റിറ്റി പറയാൻ പാടില്ല, പേര് പറയാൻ പാടില്ല. അപ്പം എൻ്റെ ഭാഗം മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഇട്ടു. അങ്ങനെ ഇട്ടത് കണ്ടിട്ടാണ് എന്നെ കുറേ പേര് വിളിക്കുന്നത്. അങ്ങനെ ഓരോ എഞ്ചിനീയറിംഗ് വിഷയം നോക്കിയാലും, മാത്തമാറ്റിക്സ്, ഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പോകണമെങ്കിൽ എവിടെ പോകണം. ഇപ്പം എൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ കൊമേഴ്സ് പ്രൊഫസറാണ്. ഐ എം എ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ഫോർ ICFI യൂണിവേഴ്സിറ്റി, ICFA. ഓക്കെ. അപ്പം നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ, ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് പഠിക്കുകയും ഓരോരാളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാത്തതാണെങ്കിൽ അത് നോക്കി പഠിച്ചിട്ടൊക്കെ വേണ്ടേ പറയാൻ. ഇത് തുടങ്ങിയിട്ട് 10-24 കൊല്ലമായില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, ഒരു പൊട്ടലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് മാത്രം. പിന്നെ കുറേ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാനും യാത്ര ചെയ്യാനും സംസാരിക്കാനും അവരുടെ കൂടെ പോയി താമസിക്കാനും അവരുടെ കൂടെ യാത്ര ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാനും ഗുരുവൊക്കെ കൂടെയാണ് കൈലാസത്തിലൊക്കെ യാത്ര ചെയ്തതും. അപ്പൊ ഹിമാലയല്ല, ഞാൻ മൗണ്ട് എവറസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് പോയത് മൗണ്ട് എവറസ്റ്റിലാണ്. ഹിമാലയം എന്ന് പറയുന്ന ആ റേഞ്ചുകളാണല്ലോ. ഞാൻ മേരു പർവ്വതത്തിൽ പോയിട്ടുണ്ട്, കൈലാസത്തിൽ പോയിട്ടുണ്ട്. കൈലാസം പ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നതാണ് ദ അൾട്ടിമേറ്റ്. അപ്പൊ അതൊക്കെ ഞാൻ കുറേ വർഷങ്ങൾ മുമ്പ്, 10-18 വർഷങ്ങൾ മുമ്പ് ചെയ്തിട്ട് ഗുരുവിന്റെ കൂടെയാണ് പോയത്. മാഷിനിങ്ങനെ സ്പിരിച്വാലിറ്റിയും ഇതിനെ കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കലുണ്ടോ? മാഷ് മെഡിറ്റേഷനും ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ? അത് ഒരു കുറച്ച് പേരുണ്ട്, എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ പോയി അവരുടെ കൂടെ ഇരിക്കുക, അത് ചെയ്യായി തിരിച്ചു വരിക. അത്രക്കേ ഉള്ളൂ. അല്ലാതെ ഡെയിലി അങ്ങനെ ഞാൻ അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഒന്നും അല്ല എൻ്റെ കുട്ടി. കാരണം അതൊന്നും എൻ്റെ അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് ഗവൺമെന്റിൽ ഞാൻ പ്രൈം മിനിസ്റ്റർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതേപോലെ വർക്ക് ചെയ്താൽ പോരെ, അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ആയിട്ട്. അതല്ല നമ്മുടെ ലക്ഷ്യം. ഒരാളെങ്കിലും ഒരാളുണ്ടായാൽ നമുക്ക് ഒരാൾക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് മാഷെ വലിയത്. അല്ല, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടാനില്ലാത്ത താല്പര്യമുള്ളവരെയാണ്. വളരെ സൂപ്പർഫിഷ്യലായിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ പിന്നാലെയൊക്കെ പോയി, അങ്ങനെയൊക്കെ പോയി അവസാനം പതറി ഒന്നുമില്ലാണ്ടായി തിരിച്ച് നമ്മളടുത്ത് വരുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ നടക്കുന്നത് മൊത്തം അതാണ് മാഷെ. എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ക്യാപ്സ്യൂൾഡ് മാർക്കറ്റിംഗ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് വെർഷൻസ് ആണ്. കുറെ ഇത് ചെയ്യിപ്പിക്കും, യോഗാസനം ചെയ്യിപ്പിക്കും, അല്ലാതെ അതിന്റെ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഞാൻ യോഗ ഈസ് നോട്ട് മങ്കീസ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. യോഗ ഈസ് നോട്ട് മങ്കീസ് ജോബ്. ഓക്കെ. അതുപോലെ നമ്മൾ ഈ പതഞ്ജലിയെയാണ് പ്രാർത്ഥിക്കുക യോഗ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനകത്ത് തുടങ്ങുന്നത് തന്നെ പതഞ്ജലി യോഗശാസ്ത്രത്തിന്റെ അധിപനാണെന്ന് പറയുമ്പോഴും അതില് ഫിസിക്കൽ യോഗയെ കുറിച്ചൊന്നും അല്ല പറയണത്. പതഞ്ജലിക്ക് 3 കഴിവുകളാണ്. ഒന്ന് മനസ്സിനെ, മറ്റൊന്നുള്ളത് എൻ്റെ വാക്കുകളെ, മറ്റൊന്നുള്ളത് എൻ്റെ ശരീരത്തിനെ ശുദ്ധമാക്കാനുള്ള കഴിവ്. ഈ 3ഉം ഉള്ള പതഞ്ജലിയെ ഞാൻ നമിക്കുന്നു എന്നാണ് പറയാം. അപ്പൊ അവിടെ എവിടെയാ സർക്കസ് ഉള്ളത്? അതെ, അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ കമന്റ് ഇടണം കേട്ടോ. അപ്പോഴേ എവിടെയാ എന്റെ ചിപ്പി എത്തിയതെന്ന് എനിക്കറിയുള്ളൂ. എനിക്ക് കുറച്ച് ഇത് വേണ്ടേ, എനിക്ക് ഇങ്ങനെയുള്ളത് കിട്ടുന്നതേ ഉള്ളൂ. അല്ലാതെ മാഷിനെ കണക്ക് എനിക്ക് കുറുക്കന്മാരോ വേറെ ആരും ഇല്ല. അല്ല, ചിപ്പി അതിനകത്ത് എഴുതിയാൽ മതി. ഇന്നത് കണ്ടു എന്ന് മാത്രം, എന്താണ് പഠിച്ചതെന്ന് എഴുതിയാല് അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഓ ഇതിന്റെ കണ്ടിന്യൂഷൻ ഇന്നടുത്താണ് കാണേണ്ടതെന്ന് ഞാൻ മെസ്സേജ് ഇട്ട് തരാം.
കാരണം എല്ലാ മെസ്സേജും വായിച്ചിട്ടേ ഞാൻ അപ്രൂവ് ചെയ്തിട്ടേ വരാറുള്ളൂ. വെരി ഗുഡ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആരാണ് എന്നെ കാണുന്നതെന്ന്. അതുകൊണ്ട് ഈ ഹിന്ദുയിസത്തിലൊക്കെ പോകുന്ന പോലെ 1 മണിക്കൂർ കൊണ്ട് 10,000 പേരെടുത്തൊന്നും എത്തില്ല. എനിക്ക് 100 പേരോ 30 പേരോ ഉണ്ടായാലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ കേറുന്നുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പം എഴഞ്ഞോണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കുറെ കാട് കയറുന്നു. ഞാൻ പല ഗുരുക്കന്മാരടുത്തും കൊട്ടുന്നുണ്ട്. എല്ലാവരും ഫീസും അതും ഇതും ഒക്കെയാണ് ചോദിക്കുന്നത്. സോ ഞാൻ അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ല, എൻ്റെ അടുത്ത് ഇപ്പൊ ഈ കുട്ടികൾക്കുള്ള കരിയർ എവിടെ ചേരണം എന്നൊക്കെയുള്ള കൗൺസിലിംഗ് വരുമ്പോഴൊക്കെ ദുബായിൽ നിന്നൊക്കെ വിളിക്കുന്ന, ഞാൻ ഇന്നാളുടെ ഉപ്പയാണ്, ഇന്നാളുടെ അമ്മാവനാണ്, പിന്നെ ടെലിഫോൺ നമ്പർ തരൂ, ജി പേ ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ തരൂ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അവരോട് പറയാണ്ട്, നിങ്ങൾക്ക് എത്ര കാശ് വേണ്ട മക്കൾക്ക് കൊടുക്കേണ്ടത് പറയും, ഞാൻ കൊടുത്തോളാം എന്ന്. തൽക്കാലം ദാരിദ്ര്യമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. പെൻഷൻ ഉണ്ട് ജീവിക്കാൻ. ഓക്കെ, നിങ്ങളവിടെ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്താ വേണ്ടത് വെച്ചാൽ, ഏത് വിഷയം, ഫിസിക്സ് പഠിക്കണോ, ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കണോ, പിന്നെ കെമിസ്ട്രി പഠിക്കണോ, ഏത് വിഷയമാണ് പഠിക്കേണ്ടത് വെച്ചാൽ ജിമേറ്റ് വിളിക്കുക, നേരെ ആ ചാപ്റ്റർ ഓൺ ചെയ്യുക, എന്നോട് ചോദിക്കുക, ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയും. അങ്ങനെ ഓരോ വിഷയം പഠിപ്പിക്കുന്ന ആളാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. ഇത് കുറേയായി. ലാസ്റ്റ് ടെസ്റ്റ് ഒരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചോദിക്കുന്നവരെ എനിക്കിഷ്ടം. അപ്പൊ അതൊരിക്കലും ചോദിക്കരുത് ചിപ്പി, ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. എത്ര വേണമെങ്കിലും ചോദിക്കാം. അതെ, മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് ജിയോളജിയും ഫിസിക്സിനെ കുറിച്ചൊന്നുമല്ല ചോദിക്കേണ്ടത്. ഇപ്പം ഹോറോസ്കോപ്പിൽ മാരേജ് റിലേറ്റഡ് ആയിട്ട് കുട്ടികളുടെ, എന്റെ മോളുടെ മാരേജിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിങ്ങനെ ഡിലേ ആയിട്ടുണ്ട് വരെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇങ്ങനെ ഹോറോസ്കോപ്പ് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തുകൊണ്ടാ ഇവിടെ ഒരു ഷാർപ്പ് ടേൺ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതെ, ഞാൻ പറയും, ഞാനിപ്പോ ഒരു ബോൾ വരുന്നുണ്ട്, ഇപ്പൊ മേത്ത് വരുന്ന എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ബോള് അല്ലെങ്കിൽ കല്ല് തൻ്റെ ചിപ്പിയുടെ മേത്തേക്ക് ആരോ എറിഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ എറിയുന്ന ബോൾ പിടിക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവണം? ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ചിലപ്പോൾ ബോൾ ഇതാ വരുന്നു എന്ന് പറയുമ്പോഴാണ് ചിപ്പി തല താക്കുക. അല്ലെങ്കിൽ ചിലപ്പോ തലക്കടിക്കാതെ പോയേനെ. തലക്കടിക്കേണ്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് അടിക്കും. പക്ഷെ നമുക്ക് കുറച്ച് കോഷ്യസ് ആയിട്ട് ഷാർപ്പ് ടേൺ ഉണ്ടെന്ന് പറയുമ്പോൾ 3rd ഗിയറിലൊക്കെ ആക്കി ശ്രദ്ധിച്ചിട്ട് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മുടെ കർമ്മമാണ്, എൻ്റെ ആക്ടിവിറ്റീസാണ്. പിന്നെ മാരേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അവൾക്ക് താല്പര്യമുള്ള, അവൾക്ക് അറിയുന്ന അത്തരം ആരെ സെലക്ട് ചെയ്തിട്ട് മാരേജ് ചെയ്യുന്ന സമയത്തും അതാണ് ആദ്യം പൊരുത്തമായിട്ട് പറയാറ് നമ്മൾ. അതിന് സമയം അല്ല, എൻ്റെ മകൻ വിവാഹം കഴിക്കുന്ന ഒരു ജർമ്മൻ കുട്ടിയാണ്. അവര് അതെ തീരുമാനിച്ചിട്ട് ഇപ്പം 2 കൊല്ലായി. പക്ഷെ ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കാരണം അവൾ PhD ആണ്. അതും കൂടി കഴിഞ്ഞിട്ടേ വേണ്ടൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാസ്റ്റ് ബേസ്ഡോ റീജിയൻ ബേസ്ഡോ, പക്ഷെ അവർ തമ്മിൽ ഫിസിക്കലി കാണാനൊരു മാച്ച് ഉണ്ടാവണം. 2 അവർ തമ്മിൽ ഒരു മച്യൂരിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാവണം, വെറും പാഷൻ ആവരുത്. 3 അവർ തമ്മിൽ അക്കാഡമിക്കലിയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കായിട്ടോ കൾച്ചറലായിട്ടോ ഒരു കമ്പാരിസൺ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഞാനിപ്പോൾ ഏതെങ്കിലും പറയാറുള്ള, എൻ്റെ നാട് എന്ന് പറയുന്നത് ചെറിയൊരു വില്ലേജാണ്. അവിടെയുള്ള എൻ്റെ കസിൻസ് ആരെങ്കിലും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സെറ്റിൽഡാണ്. ഞാൻ അവരോട് പറയും, എൻ്റെ നാട്ടിലുള്ള ഒരാളെയും വിവാഹം കഴിക്കരുത്. ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾ, ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ബന്ധമുള്ള, ഓസ്ട്രേലിയക്കാരനായാലും കുഴപ്പമില്ല, വേറെ ഏത് കാസ്റ്റ് ആയാലും കുഴപ്പമില്ല, അതായിരിക്കും നല്ലതെന്ന് പറയും. അപ്പോൾ കൾച്ചറൽ മാച്ചാണ് വേണ്ടത്, അക്കാഡമിക് മാച്ചാണ് വേണ്ടത്, ഫിനാൻഷ്യൽ മാച്ചും കൂടി വേണം. ഇതൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ എൻ്റെ വിവാഹ കാര്യം എന്ന് പറഞ്ഞിട്ട്, വിവാഹ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് അടുത്ത് ചോദിച്ച് ഐഡൻറ്റിറ്റി വ്യക്തമാക്കാത്ത ഒരാളുടെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒരു വീഡിയോ ഉണ്ട്. നീ ഏതാണോ വിഷയം വേണ്ടത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും. അതൊന്ന് എഴുതിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെതില്ലാത്ത ഒന്നും ഉണ്ടാവില്ല. ഇതൊരു വലിയതാണല്ലോ. ഇന്ന് രാത്രി നാളെ മൊത്തത്തോടെ എനിക്ക് ഇത് തന്നെ ആയിരിക്കും സെർച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോറോസ്കോപ്പ് നോക്കിയാൽ നമുക്ക് ടേണിംഗ് പോയിന്റും അതൊക്കെ പറയാം. അതൊക്കെ കൃത്യമായിട്ട് ഇതുവരെ പറഞ്ഞ ഒന്നും തെറ്റിയിട്ടില്ല. മാഷെ, അപ്പൊ ഞങ്ങൾക്ക് ഇത് ഇല്ലല്ലോ. ഞങ്ങൾ വെറും ഡേറ്റും ടൈമും പ്ലേസും വെച്ചാൽ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ടപ്പ് എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല.
ഇത് നെറ്റിൽ കയറി തപ്പിയാലും മതിയാവും? ഇല്ല, നെറ്റിൽ കിട്ടില്ല, അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ മാഷിന് എന്നെ ഇതിനൊന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ തരാം, പഠിപ്പിക്കാലോ, എന്റെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കാലോ. ഓക്കെ, ഗുഡ്. ഓക്കെ ആ ഓക്കെ മാഷെ, ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി ഞാൻ ഇത് കണക്ക് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാനൊരു ഒരു 30 മിനിറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 1 മണിക്കൂറിലധികം സംസാരിച്ചു. അയ്യോ, ഓക്കെ, സോറി സോറി. അല്ല കുഴപ്പമില്ല, ഞാൻ ഇത് ഇട്ടോട്ടെ, അല്ല ഹൈഡ് ചെയ്യണോ ഐഡന്റിറ്റി? അതിനൊന്നുമില്ല, ഇട്ടോളൂ. അതിനെന്താ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്ന? അല്ല, എന്റെ മുഖം മാത്രമേ വരുള്ളൂ, ചിപ്പിയുടെ പേര് ഞാൻ ഇടക്ക് പറയുന്നുണ്ടല്ലോ. അതിനെന്താ? അതിന് മുമ്പുള്ള ഓഡിയോ റെക്കോർഡറ്റ് ആണ്, കാരണം ഞാൻ ഈ സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മള് ചെയ്യുന്നത് വേറൊരാൾക്ക് കൂടെ ഗുണകരമാവെങ്കിൽ ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഉള്ളൂ, അല്ലാതെ വേറൊരു ദുരുദ്ദേശം ഒന്നും ഇല്ല മാഷെ. ഒന്നുമില്ല, എനിക്കില്ല, ഒരു കാര്യത്തിലും ഇല്ല. നമ്മൾ എന്നെ കണക്ക് ഒരുപാട് പേരില്ലേ? അല്ല, എനിക്ക് ദുരുദ്ദേശമല്ല, ഉദ്ദേശം പോലും ഇല്ല. എന്നെ കൊണ്ട് സന്തോഷം മാഷിന് ഒരുപാട്. എനിക്ക് അല്ല, സംസാരിക്കാൻ എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്നല്ല വിചാരിക്കേണ്ടത്. യു ഹാവ് ടു ബിക്കം ഹെൽപ്ഫുൾ ബൈ യുവർ സെൽഫ്. ഹെൽപ്ലെസ് ആവണം എന്നല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പൊ ഹോറോസ്കോപ്പ് നോക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ അപ്പൊ ഞാൻ വിചാരിക്കേണ്ടത് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവണം എന്നാണ്. ഒരു ഡോക്ടർ വിചാരിക്കേണ്ടത് എല്ലാവർക്കും ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാവണം എന്നാണ്. ഒരു അഡ്വക്കേറ്റ് വിചാരിക്കേണ്ടത് കുറെ കേസ് ഉണ്ടാവട്ടെ എന്നാണ്. ഒരു ഫിനാൻഷ്യൽ ഫണ്ടിങ് ചെയ്യുന്ന ഒരാൾ കുറെ ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവട്ടെ എന്നാണോ? അല്ല, എല്ലാവർക്കും എല്ലാവരും ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ഉണ്ടാവാം. ഒന്ന് മെസ്സേജ് അടിച്ചിട്ടാ മതി ജിപ്പി, എന്തെങ്കിലും ഏതെങ്കിലും. അതെ, ഇതേ നമ്പർ. സോ താങ്ക്ഫുൾ യാ, ഇത്രയും സമയം തന്നതിന്. സന്തോഷം. നന്ദി.